നിങ്ങളുടെ കാൽക്കീഴിൽ വളരുന്ന ചെറിയൊരു സസ്യം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ സ്വാഭാവിക നിയന്ത്രണത്തിന് സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിരവധി അത്ഭുത ഗുണങ്ങളാൽ ശക്തമായ ഈ ചെറു സസ്യം ഉദരരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അമിത ആർത്തവം എന്നുവേണ്ട നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായി നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോരുന്ന ഒന്നാണ്. ഫിലാന്തസ് നിരൂരി അല്ലെങ്കിൽ ഭൂമി ആംല എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സസ്യത്തെ കിരുട്ടാർ നെല്ലി, കീഴ്ക്കായ് നെല്ലി, കീഴാർ നെല്ലി എന്ന പേരുകളെല്ലാമാണ് പൊതുവെ അറിയപ്പെടുന്നത്. സിദ്ധയിലും ആയുർവേദത്തിലും കരൾ ശുദ്ധീകരിക്കാനും വൃക്കയിലെ കല്ലുകൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ പ്രമേഹത്തെ വളരെ മികച്ച രീതിയിൽ നിയന്ത്രണ വിധേയമാക്കി പ്രമേഹമുള്ളവരെ പിന്തുണയ്ക്കാനും നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ഒരു അത്ഭുതമാണ് കീഴാർനെല്ലി എന്ന ഈ ചെറു സസ്യം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ കരളിനെ വിഷവിമുക്തമാക്കുന്നതിനും സഹായിക്കുന്ന ഒരു അത്ഭുത സസ്യമായ ഈ കീഴാർനെല്ലി ഉപയോഗിച്ച് ഷുഗർ എങ്ങനെ മാറ്റിയെടുക്കാം, അതിനായി കീഴാർനെല്ലി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. ഇന്ന് ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന പ്രശ്നമായ പ്രമേഹത്തെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്ന ഈ കീഴാർനെല്ലി എങ്ങനെയാണ് ഇതിനായി ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായി ഫ്രഷ് ആയിട്ടുള്ള കീഴാർനെല്ലി ഇലകൾ ഒരു ചെറിയ പിടിയളവിൽ പറിച്ചെടുത്ത ശേഷം ഇവ നന്നായി കഴുകിയെടുക്കുക. പിന്നീട് ചെറിയൊരു ഇടികല്ലിലിട്ട് ഇവ ചതച്ചെടുത്ത ശേഷം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് നീര് മാത്രമായി പിഴിഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ഈ നീര് 1 മുതൽ 2 ടീസ്പൂൺ വരെ ചെറു ചൂടുള്ള വെള്ളത്തിലോ അതല്ലെങ്കിൽ മോരിലോ കലർത്തി അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഇത് 10 മുതൽ 15 ദിവസം വരെ തുടർച്ചയായി നിത്യവും കുടിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ ഇത് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതിവായി പരിശോധിക്കുക കൂടി ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾ ഡയബറ്റീസിനുള്ള മരുന്ന് കഴിക്കുന്നയാളാണെങ്കിൽ. കാരണം ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഷുഗർ ഒത്തിരി കുറഞ്ഞുപോയി ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന കാര്യവും ഓർക്കുക. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കീഴാർനെല്ലി എപ്പോഴും ലഭ്യമല്ല എങ്കിൽ ഇവ കുറച്ച് അധികം പറിച്ച് തണലിൽ ഉണക്കി പൊടിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കീഴാർനെല്ലിയുടെ 10 മുതൽ 15 ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് പകുതിയാക്കി കുറയ്ക്കുക. ഇങ്ങനെ കിട്ടുന്ന കഷായം ദിവസത്തിൽ ഒരിക്കൽ ചൂടോടെ കുടിക്കുന്നതും പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നതാണ്. ഇനി കീഴാർനെല്ലി ഉപയോഗിക്കുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. എന്തെന്നാൽ കീഴാർനെല്ലി ഒരു പവർഫുൾ പ്ലാന്റ് ആയതിനാൽ തന്നെ ഇവ ഉപയോഗിക്കുന്നത് ശ്രദ്ധാപൂർവമായിരിക്കണം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ പ്രമേഹത്തിനുള്ള മരുന്നുകൾക്കൊപ്പം ഇവ ഉപയോഗിച്ചാൽ പ്രമേഹം പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ മരുന്നുകൾക്കൊപ്പം ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇത് കൂടുതലായി ഉപയോഗിച്ചാൽ ഷുഗർ പെട്ടെന്ന് കുറയ്ക്കാമല്ലോ എന്ന രീതിയിൽ അമിതമായി ഉപയോഗിക്കരുത്. കൂടാതെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹ മരുന്നുകളുമായി ഇത് സംയോജിപ്പിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം കൂടി തേടിയ ശേഷം ഉപയോഗിക്കുന്നതാവും കൂടുതൽ സുരക്ഷിതമെന്ന കാര്യവും ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതി നമുക്കായി നൽകിയിട്ടുള്ള അത്ഭുത ഔഷധങ്ങളിൽ ഒന്നായ കീഴാർനെല്ലി പോലുള്ള ഔഷധ സസ്യങ്ങൾ സന്തുലിത ആരോഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയെ പിന്തുണയ്ക്കുന്നതിന് സഹായിക്കട്ടെ. ഇതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണക്രമം, പതിവ് നടത്തം, പോസിറ്റീവ് മാനസികാവസ്ഥ എന്നീ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക വഴി വളരെ പെട്ടെന്നുള്ള ഒരു ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് എല്ലാവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് കീഴാർനെല്ലി എന്ന ദിവ്യ ഔഷധം എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് വിശദീകരിച്ച ഈ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്.